ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബോണ്ട് പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ 1 സെൻറ്റിമീറ്റർ വെച്ചെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. കണ്ടോ, നമ്മൾ ഈ സ്ക്വയർ പോലത്തെ കാണുന്നില്ല, ഇത് നമുക്ക് വേണ്ട, അത് നമ്മൾ വെട്ടിക്കളയണം കേട്ടോ. ഗൈസ് നമ്മളപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് സ്കെയിൽ വെച്ചൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. അതെ, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ സ്കെയിൽ വെച്ച് നന്നായിട്ട് മടക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മടക്കുമ്പോഴത്തേനും ശരിയാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടേ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വരച്ച് വെട്ടിക്കൊടുക്കണം കേട്ടോ. 4 സൈഡിലും അങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എല്ലാ സൈഡും. ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ മടക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. നമ്മുടെ സാധനം എന്തായിട്ട് റെഡിയാവും. എന്നിട്ട് നമ്മൾ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. മടങ്ങി ലാസ്റ്റ് വരുന്ന അവിടെ ഒന്ന് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു ഇഷ്ടമുള്ള പടമൊക്കെ വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഡിസൈനിൽ എഴുതുമോ, അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിം റെഡിയാവും. അപ്പോൾ ഗൈസ് ഞാൻ തന്നോട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ അനിയത്തിയും പേരാണ് കേട്ടോ ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.